ഹലോ ഗൈസ്, വെൽക്കം ടു കാസ്ട്രോണ്ടർ മൂവി മീഡിയ. ഇന്നിവിടെ റിവ്യൂ ചെയ്യാൻ വന്ന പടത്തിൻ്റെ പേര് ജാറ്റ്. പടത്തിൽ അഭിനയിച്ചിരിക്കുന്നത് സണ്ണി ഡിയോൽ, രജീന രൺദീപ് ഹുഡ, രജനി കസാൻഡ്ര, ജഗപതി ബാഹു, രമ്യ കൃഷ്ണൻ, മുരളി ശർമ്മ, വിനീത് കുമാർ സിംഗ്. ഇത് ഏതാ പുതിയതായിട്ട് എനിക്ക് അറിഞ്ഞൂടാ. ബബ്ലു മീൻസ് അവിടെ കണ്ട് ഒരു ഡേറ്റിൽ അല്ലാത്ത സിനിമയിലുണ്ട്. ആണെങ്കിൽ അത് കണ്ടിട്ട് പറഞ്ഞ മനസ്സിലാവും ആരാന്ന്. പിന്നെ നമ്മുടെ ആനിമലിൽ നമ്മുടെ രൺബീർ കപൂറിന് മറ്റേ മെഷീൻ കണ്ടി സപ്ലൈ ചെയ്ത് കൊടുക്കണ ചേട്ടൻ. പിന്നെ ഒരുപാട് തെലുങ്കന്മാരും സൗത്ത് നിന്ന് ഒരുപാട് ആൾക്കാരുണ്ട്, എനിക്ക് അറിഞ്ഞൂടാ. പടത്തിന് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ഗോപിചന്ദ് മല്ലിനിയാണ്. ഒരു കാര്യം പറയാൻ പറഞ്ഞോട്ടെ, ഈ സിനിമയിൽ കാസ്റ്റിങ്ങിൽ സയാമി ഗെയറും ഉണ്ട്. ഞാൻ പറയാൻ പറഞ്ഞത് സയാമി ഗെയറുണ്ട്, ഋഷി റോട്ടിലുണ്ട്. ഞാൻ പറയാൻ പറഞ്ഞത് സോറി. പിന്നെ പടം ഡയറക്റ്റ് ഞാൻ പറഞ്ഞില്ല. പടത്തിന് ഡയറക്റ്റിംഗ് മാത്രമല്ല, സ്റ്റോറി സ്ക്രീൻ പ്ലേ ബൈ ഗോപിചന്ദ് മല്ലിനേനി മീൻസ് വീരസിംഹ റെഡ്ഡി, പിന്നെ ബല്ലുപ്പ് മീൻസ് നമ്മുടെ 27 ബല്ലുപ്പ്, ക്രാക്ക്, പിന്നെ പിന്നെ രാംപോത്തിന് എന്നോട് പണ്ടൊക്കെ ചോദിച്ചതിൻ്റെ ഒക്കെ ഡയറക്ടറിങ്ങേരാണ്. ആൻഡ് ഹിസ് ഫസ്റ്റ് ഹിന്ദി മൂവീസ് ദിസ്. പിന്നെ പടത്തിൻ്റെ മ്യൂസിക് ചെയ്തത് തമന്നസാണ്. ഇതിനകത്തുള്ള രണ്ടാമത്തെ ഹിന്ദി പടം എന്തുവാണെങ്കിൽ മ്യൂസിക് ആയിരുന്നു. ആദ്യം ബേബി ജോൺ എന്ന സിനിമ ചെയ്തിരുന്നത് അത്യാവശ്യം എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. പക്ഷേ പറയാനില്ല, അതിനെക്കുറിച്ച് ഞാൻ പിന്നെ പറയാം. അതിനെക്കുറിച്ച് ഇതിലൊന്ന് റിവ്യൂ ഉണ്ട്, അത് കേട്ടാൽ മതി, മനസ്സിലാവും. പിന്നെ പടത്തിൻ്റെ മെയിനായിട്ട് എനിക്ക് പറയാനുള്ളത് DOP ആണ്. DOP ചെയ്തിരിക്കുന്നത് ഋഷി പഞ്ചാബി, എഡിറ്റർ നവീൻ ഒലി. അങ്ങനെ തെലുങ്കൻ തന്നെയായിട്ട് അങ്ങനെ ഒരുപാട് തെലുങ്ക് സിനിമ അങ്ങനത്തെ ആക്ഷൻ സിനിമാസിലൊക്കെ ഇത് ചെയ്യുന്ന ആളാണ്, എഡിറ്റിങ് ചെയ്യുന്ന ആളാണ് തെലുങ്ക് സിനിമകളിൽ. ഭഗവത് കേസരി അങ്ങനെ ഒരുപാട് ബാലയ പടങ്ങളിലാണ് ഞാൻ കൂടുതൽ കണ്ടിരിക്കുന്നത്. അപ്പോൾ മീൻസ് ബാലയ പടങ്ങളെന്ന് ഉദ്ദേശിച്ചത് ഭയപ്പ ശ്രീനിവാസ് ഇന്ത്യ ഡയറക്റ്റ് ചെയ്ത സിനിമകളിലും പിന്നെ ഇന്ത്യ ഡയറക്റ്റ് ചെയ്ത സിനിമകളിലൊക്കെ ആണെങ്കിൽ കൂടുതലായിട്ട് ചെയ്തിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. പിന്നെ സ്റ്റണ്ട് ചെയ്തിരിക്കുന്നത് സ്റ്റണ്ട് സിൽവയും അനിൽ അരസ് ഒക്കെയാണ്. പിന്നെ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് മൈത്രി മൂവി മേക്കേഴ്സും പീപ്പിൾ മീഡിയ ഫാക്ടറിയാണ്. മീൻസ് മീഡിയ ഫാക്ടറി അറിയായിരിക്കും, രാമബനത്തിൻ്റെ പ്രൊഡ്യൂസറാണ്. പിന്നെ വിശ്വ എന്നുള്ള സിനിമ അവർ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ മൈത്രി മൂവി മേക്കേഴ്സ് പറയേണ്ട ആവശ്യമില്ല, പുഷ്പ പ്രൊഡ്യൂസ് ചെയ്തവന്മാരാണ്. പിന്നെ റോബിൻ ഹുഡ് എന്ന് പറഞ്ഞ തെലുങ്ക് സിനിമ അവരാണ് പ്രൊഡ്യൂസ് ചെയ്തത്. അങ്ങനെ ഒരുപാടുണ്ട്. ഞാൻ ഇത് ഒരു ലിസ്റ്റ് ഒന്ന് എടുത്തുകൊണ്ട് വരേണ്ടി അതുകൊണ്ടാണ്. പിന്നെ മലയാളത്തിൽ എന്തോ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് കേട്ടിരുന്നു, ഞാൻ പക്ഷെ കണ്ടിട്ടില്ല സിനിമ. ഐ ഡോണ്ട് നോ. എന്തായാലും ഇവരെന്താണ് എമ്പുരാൻ്റെ റൈറ്റ്സ് വാങ്ങിക്കാൻ തന്നിട്ടുണ്ടെങ്കിൽ അതെന്തെങ്കിലും റീസൺ ഉണ്ടാവില്ല, എന്തെങ്കിലും കേട്ടോ. ഇല്ലെങ്കിൽ അത് ഇഷ്ടപ്പെട്ടുണ്ടാവില്ല, ഇതിലൊരിക്കുള്ളൂ എന്തിലോട്ടെ. എന്തായാലും പടം എങ്ങനെയുണ്ട് ചോദിച്ചാൽ അടിപൊളി പടം. പടത്തിൽ പെർഫോമൻസ് വൈസ് അത്യാവശ്യം അടിപൊളി പടം. പിന്നെ ഈ പടത്തിൽ മെയിൻ പോസിറ്റീവ് എന്ന് പറയാനാണ് എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ, സ്റ്റണ്ട് മീൻസ് സ്റ്റണ്ട്സും. പിന്നെ ഇതിൽ വേറൊരു കാര്യമുണ്ട് പറയാൻ മറന്നുപോയി. സിനിമയിൽ ഞാൻ ഒന്നുകൂടി പറയാം. സിനിമയിലെ ഏറ്റവും അടിപൊളിയായിട്ട് എനിക്ക് ഫീൽ ചെയ്ത് സ്റ്റണ്ട്സും പിന്നെ
അയ്യോ എൻ്റെ പേരെന്താണ്, ട്വിസ്റ്റ് ആൻഡ് ടേൺസ്. ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ആണ് ഈ സിനിമയിലെ മെയിൻ പോസിറ്റീവ് എന്ന് പറയാൻ, മീൻസ് ഹൈലൈറ്റഡ് പോസിറ്റീവ് എന്ന് പറയാനുള്ളത്. പിന്നെ വല്ല നെഗറ്റീവ്സ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ, ഇടയ്ക്കിടയ്ക്ക് സിനിമ KS പൂഫാണ് പറഞ്ഞ് നമ്മുടെ മിസ്അണ്ടർസ്റ്റാൻഡിങ് ആക്കാൻ നോക്കിയിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊക്കെ ഇത് KS പൂഫാണോ ഇല്ലെങ്കിൽ ഇതൊരു സാധാ പടമാണോ എന്നുള്ളൊരു സംശയത്തിൽ നമ്മുടെ എക്സ്പെക്റ്റേഷനിലാണ് നമ്മൾ നിൽക്കുക. നമ്മളൊരു എക്സ്പെക്റ്റേഷൻ ഇല്ലാതെ ഇവർ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് KS പൂഫാന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ട്രെയിലറിനും ടീസറിലൊക്കെ കാണിച്ചല്ലേ, അതെന്തിനാണ് അങ്ങനെ കാണിച്ചത്? അല്ല, വേറെ നെഗറ്റീവ്സ് ഒന്നും തോന്നിയിട്ടില്ല. പിന്നെ പടത്തിൻ്റെ സ്റ്റോറി എന്ന് പറയുമ്പോൾ ഒന്നുമില്ലടി. സിനിമയുടെ സ്റ്റോറി എന്ന് പറഞ്ഞാൽ അഖണ്ഡ സിനിമയിൽ മറ്റേ യുറാനിയം ആണെങ്കിൽ ഇവിടെ തോറിയം ആണ് വെച്ചിരിക്കണം, അത്രേ ഉള്ളൂ. തോറിയം എടുത്തിരിക്കുകയാണ്. പിന്നെ ഡാക്ക് മഹാരാജിൻ്റെ സ്റ്റോറി ഇല്ലടി, മറ്റേ ബാലയുടെ പടം, അതിൻ്റെ ഒരു ഹിന്ദി അതിൻ്റെ ഒരു സ്പൂഫാണോ എന്ന് ചോദിച്ചാൽ അതും അല്ല. അതേപോലത്തെ ഒരു സംഭവം ഗോപിചന്ദൻ മെല്ലിനെ എനിക്ക് സൺഡികളിന് കൊടുക്കണമെന്ന് തോന്നി, അങ്ങനെ അത് ചെയ്തു, അത്രേ ഉള്ളൂ. ഞങ്ങൾക്ക് പറ്റുന്ന വിധത്തിൽ ചെയ്തിട്ടുണ്ട്. മീൻസ് ഹിന്ദിയിലെ ഡാക്ക് മഹാരാജ്. പിന്നെ ഒരു രാത്തന്തേരിയുടെ ഒന്നും പറയാൻ പറ്റില്ല, അമ്മാതിരി ഇത്. പിന്നെ ട്വിസ്റ്റ് ആൻഡ് ടേൺസിൻ്റെ ഒക്കെ കാര്യം പറയുകയാണെങ്കിൽ അമ്മാതിരി സംഭവമാണത്. മീൻസ് ഈ സിനിമയിലിടയ്ക്ക് ഏജൻറ്റ്സ് ഈ സിനിമയിൽ ലാലട്ടനെ കൊണ്ടുവരായിരുന്നു തോന്നിയിട്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മുടെ ഏജൻറ്റ്സിൻ്റെ ഒരു സുഹൃത്തായിട്ട് വരും. നിങ്ങൾ വല്ല ആരാട്ടും ഇഷ്ടമല്ലാത്തവന്മാരാണ്, ഞാൻ വീണ്ടും പറയുകയാണെങ്കിൽ ഈ വീഡിയോ കാണുന്നവരോട് എനിക്ക് പറയേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങളുടെ ആറാട്ട് സിനിമ ഇഷ്ടമല്ലാത്തവരാണ് നിങ്ങളെങ്കിൽ, ഏജൻറ്റ്സ് എന്ന് പറയുന്ന ക്യാരക്ടറെ ഇഷ്ടമല്ലാത്ത ഒരാളാണ് നിങ്ങളെങ്കിൽ ഈ പടം കാണാനേ നിൽക്കരുത്. കാരണം അതേപോലത്തെ കുറച്ച് സീൻസ് ഉണ്ട്, അതുകൊണ്ട്. പിന്നെ അതേപോലത്തെ ട്വിസ്റ്റാണ് ആറാട്ടിൻ്റെ ക്ലൈമാക്സിൽ. മറ്റേ ലാസ്റ്റ് പറയുന്നുണ്ട് ഇങ്ങനൊരു ആർമി ഓഫീസറാണെന്ന് പറയുന്നുണ്ട് ലാലേട്ടനും. അതേപോലെ ഇതിലും അങ്ങനത്തെ ട്വിസ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ കുറച്ച് കോപ്പീസ് ഉണ്ട്, പക്ഷെ അതൊക്കെ നൈസായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. പോലത്തെ ഒരു പോലീസ് സ്റ്റേഷൻ ഫൈറ്റ് സീനുണ്ട്. പിന്നെ മറ്റേ ക്ലൈമാക്സ് സീനൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ മാസ്റ്ററല്ല, അയ്യോ എൻ്റെ പേരെന്തായിരുന്നു, കിറ്റു സിനിമയിൽ നമ്മുടെ രവിതേജയുടെ കിറ്റു സിനിമയിലെ പോലെ ആ സൈഡ് റോഡിലുള്ളവരൊക്കെ വന്നിട്ട് വില്ലനെ കെട്ടിത്തൂക്കുന്ന ഒരു സീനുണ്ട്. പല ഇതിലും അങ്ങനെ തന്നെ കാണിച്ചിരിക്കുന്നത്. പിന്നെ കോപ്പിയടി എന്താ ഉള്ളതെന്ന് ചോദിച്ചാൽ, പിന്നെ സ്റ്റോറി എവിടെയൊക്കെ സ്ക്രീൻ പ്ലേ കുറച്ച് ഒരു 25% അഖണ്ഡയിൽ നിന്ന് അടിച്ചു മാറ്റിയിട്ടുണ്ട് എന്നാണ് എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവരുടെ സ്റ്റാർട്ടിങ്ങിൽ ചില സീൻസ് ഉണ്ട്. മീൻസ് സ്റ്റാർട്ടിങ്ങിൽ വില്ലനെ കാണിക്കുന്ന സ്റ്റാർട്ടിങ്ങിലൊക്കെ വില്ലനെ കാണിക്കുന്ന സമയത്ത് വില്ലൻ്റെ ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുണ്ട് സ്റ്റാർട്ടിങ്ങിൽ നിന്ന്. അപ്പോൾ അത് ദേവരയിലെ ബൈര എന്ന് പറയുന്ന ക്യാരക്ടറുണ്ട്, മീൻസ് സൈഫ് അലി ഖാൻ്റെ ക്യാരക്ടർ, അതേപോലെയാണ് ചെയ്തിരിക്കുന്നത്. അതൊന്ന് കോപ്പി അടിച്ചിട്ടാണ് എടുത്തിരിക്കുന്നത്. അത് അത്യാവശ്യം വർക്ക്ഡായിട്ടുണ്ട്. വേറെ കോപ്പി അടിയൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ ഈ പടത്തിൽ പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഇപ്പോൾ ഷാറുഖ് ഖാൻ അറ്റ്ലിയെ വെച്ച് അറ്റ്ലി ഷാറുഖ് ഖാനെ വെച്ചൊരു പടം ചെയ്തു ഈ നോട്ടിൽ, അത് ഹിറ്റായി. ഇപ്പോൾ ഗോപിചന്ദ് മല്ലിനി സണ്ണി ഡിയോളിനെ വെച്ചൊരു പടം ചെയ്ത് അതും ഹിറ്റാവുന്നൊരു പ്രതീക്ഷയുണ്ട്. അത്യാവശ്യം നല്ല പടമാണ്, കാണുന്ന ആരും ഉണ്ടെങ്കിൽ കണ്ടു നോക്കാം. PVR 10
പടത്തിനാണ് ഞാൻ പോയത്. അത്യാവശ്യം വരുന്നുണ്ട്. എന്തായാലും എനിക്ക് ഇത്രേ പറയാനുണ്ട് ഗൈസ്. എനിക്ക് അത്യാവശ്യം ഉറങ്ങാൻ വരുന്നുണ്ട് ഗൈസ്. ഞാൻ എന്നാ പോട്ടെ. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞിട്ട് ഞാൻ പോകാമെന്ന് വിചാരിക്കുന്നത്. പിന്നെ പടത്തിൻ്റെ സ്റ്റോറി എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല. പടം എങ്ങനെയാണ് സറൗണ്ട് ചെയ്യണമെന്ന്, അത് എങ്ങനെയാണ് ഈ സിനിമയുടെ ഒരു പാത്ത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ പാത്ത് എങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല. അത് സ്പോയിലറായി അത് പറഞ്ഞ് നിങ്ങളെ എന്നെ തെറി പിടിക്കുന്നതുകൊണ്ട് ഞാൻ പറയുന്നില്ല. പിന്നെ ഇതിലൊരു ഹൈലൈറ്റഡ് സീനുണ്ട്. ധാക്ക മീൻസ് ബംഗ്ലാദേശിൻ്റെ ക്യാപിറ്റലാണ്. അവിടെ വെച്ചൊരു ഫൈറ്റ് സീക്വൻസ് ഉണ്ട് ഒരു ജയിലിൽ. അത് അത്യാവശ്യം നൈസായിരുന്നു. പിന്നെ അങ്ങനത്തെ മറ്റേ ചായക്കട എന്നൊരു ഫൈറ്റ് സീനും പിന്നെ ഇൻ്റർവെൽ ഫൈറ്റ് സീൻ അതൊക്കെ അത്യാവശ്യം നൈസായിരുന്നു. വേറെ ഒന്നും പറയാനുണ്ട് പ്ലീസ്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കണിൽ ഓടുന്ന ഒരെണ്ണം ഓപ്ഷനുണ്ടോ അതൊന്ന് അമർത്തി സഹായിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അപ്പോൾ ടാറ്റ ബൈ ബൈ. ഡെൽറ്റ വസ്കസ്.